ആനയെ വളർത്താൻ വീട് വിറ്റു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അതിശോക്തി എന്ന് തോന്നുമെങ്കിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട് താനും. ആന പരിപാലനം വളരെ ചെലവേറിയ ഒരു സംഗതി തന്നെയാണ്. നമുക്കറിയാം, ആനയെ പരിപാലിക്കാൻ കുറഞ്ഞത് 2 പാപ്പാന്മാർ എങ്കിലും വേണ്ടിവരും. ഒരാളുടെ കുറഞ്ഞ ശമ്പളം എന്ന് പറയുന്നത് 15,000 രൂപയാണ്. ഇത്തരത്തിൽ ഒരു മാസം 2 പാപ്പാന്മാരുണ്ടെങ്കിൽ ഒരു മാസം 30,000 രൂപയോളമെങ്കിലും ചെലവ് വരും. ചില ആനകൾക്കാകട്ടെ 3 പാപ്പാന്മാർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ആനച്ചെലവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ആനയുടെ തീറ്റയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഒരു വളർച്ചയെത്തിയ ഒരു ആനയ്ക്ക് ദിവസവും 140 മുതൽ 300 കിലോ വരെ ഭക്ഷണം കഴിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ 250 ലിറ്റർ വെള്ളം, ഇത് കുറഞ്ഞ ഒരു ലിറ്റർ കണക്കാണ്, 250 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ആന കുടിക്കേണ്ടതായി വരും. ആനത്തീറ്റയുടെ കാര്യം പറയുമ്പോൾ പനമ്പട്ട, പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാനമായും നമ്മുടെ നാട്ടാനകൾ ഭക്ഷിക്കുന്നത്. ദിവസവും കുറഞ്ഞത് 20 പനമ്പട്ട തിന്നും എന്നതാണ് കണക്ക്. ഒരു പട്ടയ്ക്ക് കുറഞ്ഞത് 100 രൂപ. ഇത്തരത്തിൽ നമ്മൾ ഒരു ദിവസത്തെ കണക്ക് പരിശോധിച്ചാൽ 2000 രൂപയെങ്കിലും കുറഞ്ഞത് പനമ്പട്ടയ്ക്ക് മാത്രം ചെലവ് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇനി ആരോഗ്യ പരിപാലനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം വൈറ്റമിനുകൾ, ഒപ്പം തന്നെ മരുന്നുകൾ എന്നിവ ആനയ്ക്ക് പലപ്പോഴും നൽകേണ്ടി വരും. വർഷത്തിലൊരിക്കൽ സുഖചികിത്സ അത് നിർബന്ധമാണ്. അതിനുവേണ്ടി ചിലപ്പോൾ നെയ്യ്, അഷ്ടചൂർണം, ചാവനപ്രാശം എന്നിവ ഉൾപ്പെടെ നൽകേണ്ടി വരും. ഒപ്പം തന്നെ പലയിടങ്ങളിലും പാൽക്കഞ്ഞി ആനയ്ക്ക് നൽകുന്നത് പതിവാണ്. ഇതിന് ലിറ്റർ കണക്കിന് പാല് വേണം. ഒപ്പം തന്നെ അരിയും അവിലും ശർക്കരയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കൂട്ടുകൾ. ഇതോടൊപ്പം തന്നെ ചില പല വ്യഞ്ജനങ്ങളും ഇതിൽ ചേർക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ ചെലവ് വീണ്ടും കൂടും. ചുരുങ്ങിയത് ഒരു സുഖചികിത്സയ്ക്ക് 1 ലക്ഷം രൂപ വരെ ചെലവുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിനെല്ലാം പുറമെയാണ് മദപ്പാടിനും പലപ്പോഴും ഉണ്ടാകുന്ന എരണ്ടക്കെട്ടിനുമുള്ള ചികിത്സ. ഇത്തരത്തിൽ ചികിത്സ നൽകുമ്പോൾ ഒരുപക്ഷെ കയ്യിൽ നിൽക്കുന്നതായിരിക്കില്ല ചെലവ് എന്ന് പറയേണ്ടി വരും. ഒപ്പം തന്നെ ചില രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി വെറ്റിനറി ഡോക്ടറുടെ പരിശോധന അനിവാര്യമാണ്. ഇതിനും വേണം പണച്ചെലവ്. എന്തായാലും നമ്മൾ ഒരു വീട്ടിൽ ആന എന്ന് പറയുന്നത് അന്തസ്സിന്റെയും അഭിമാനത്തിന്റെയും ചിഹ്നമായി മാറുമ്പോഴും ആനയുടെ ചെലവ് എന്ന് പറഞ്ഞാൽ ആനയോളം തന്നെ വലുതാണ് എന്നതാണ് യാഥാർത്ഥ്യം.